ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സരം ഈ ഓഗസ്റ്റ് 15-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. ഈ പരമ്പരയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇന്ത്യൻ താരങ്ങളാണ് പരിക്കിന്റെ പിടിയിലായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ പരിക്കിന്റെ പിടിയിലാണ്. ഒപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് സായ് സുദർശൻ പരിക്കിന്റെ പിടിയിലായിരിക്കുന്നു. അദ്ദേഹത്തിന് പകരമായിട്ട് സർഫറാസ് ഖാൻ വന്നിരിക്കുന്നു. വാഷിംഗ്ടൺ സുന്ദർ ആദ്യം തന്നെ റൂൾഡ് ഔട്ട് ആയിരുന്നു, ആദ്യ ടെസ്റ്റിന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി, ആകാശ് ദീപ്, ഹർഷിത് റാണ, ഇങ്ങനെ ഒരുപിടി താരങ്ങളാണ് പരിക്കിന്റെ പിടിയിലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു ചോദ്യമാണ് ഈ BCCIയുടെ സെന്റർ ഓഫ് എക്സലൻസിനെതിരെ നീളുന്നത്. കാരണം സെന്റർ ഓഫ് എക്സലൻസിലാണ് ഈ ടീമുകളുടെ അല്ലെങ്കിൽ താരങ്ങളുടെ അവരുടെ ഒരു വർക്ക് ലോഡ് മാനേജ്മെന്റ് നോക്കുന്നത്, അവരുടെ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് സെന്റർ ഓഫ് എക്സലൻസ് ആണ്. അതുകൊണ്ട് തന്നെ സെന്റർ ഓഫ് എക്സലൻസിനെതിരെ വലിയ ഒരു വിമർശന ശരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് COEയിൽ പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ഇല്ല ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് സെന്റർ ഓഫ് എക്സലൻസ് എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് BCCI സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ്. അതിന്റെ യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന പേരെന്ന് പറയുന്നത് NCA എന്നാണ്, നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്നുള്ളതാണ്. അത് ആദ്യം സ്ഥിതി ചെയ്തിരുന്നത് ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു. പിന്നീട് അത് അവിടെ നിന്ന് മാറി കുറെ ദൂരത്തേക്ക് മാറ്റി. ഇപ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് അവിടെ ഉള്ളത്. നല്ല കുറെ ഗ്രൗണ്ടുകളുണ്ട്. ഒപ്പം തന്നെ ഏകദേശം 40-45ഓളം പ്രാക്ടീസ് പിച്ചുകളുണ്ട്. അതും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് പിച്ചുകളാണ്. ഈവൻ ബൗൺസ് വേണ്ട പിച്ചുകളുണ്ട്, തിരിയുന്ന പിച്ചുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പിച്ചുകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു റീഹാബ് സെന്റർ കൂടെയാണ്. റീഹാബ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ താരങ്ങൾക്ക് പരിക്ക് പറ്റുമ്പോൾ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിന്റെ ആ കോൺട്രാക്ട് ലിസ്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വരുന്ന താരങ്ങൾക്കെല്ലാം പരിക്ക് പറ്റുമ്പോൾ അവരുടെ റീഹാബ് എല്ലാം നടക്കുന്നത് ഈ സെന്റർ ഓഫ് എക്സലൻസിലാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം VVS ലക്ഷ്മണിന് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് മീഡിയയ്ക്ക് നൽകേണ്ടതായിട്ട് വന്നത്. അവിടെ സാധാരണയായിട്ട് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരു മേജർ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് ശാസ്ത്രക്രിയയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിവരുമ്പോൾ അതൊന്നും അവരുടെ ഒരു കൺട്രോളല്ല, അവരല്ല ചെയ്യുന്നത്. അത് പുറത്തുള്ള എക്സ്പേർട്സിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതിനുശേഷമുള്ള റീഹാബുകളൊക്കെയാണ് സാധാരണയായിട്ട് COEയിൽ ചെയ്തു വരുന്നത്. റീഹാബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈവൻ ഋഷഭ് പന്തിന് ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം അദ്ദേഹം ഒരു റീഹാബിലൂടെ തിരിച്ചു വന്നത് ആ ഒരു സെന്റർ ഓഫ് എക്സലൻസിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ സെന്റർ ഓഫ് എക്സലൻസിലുണ്ട്, അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആ ഒരു റീഹാബ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈവൻ ഇൻ ബിറ്റ്വീൻ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ റീഹാബാണ് നടക്കുന്നത്. റീഹാബിന് വേണ്ടത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം അവിടെ ലഭ്യമാണ്. ഒപ്പം തന്നെ ഒരുപാട് ഫെസിലിറ്റീസും അവിടെ, ഒരു മെഡിക്കൽ ടീം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മേജർ ആയിട്ടുള്ള ശാസ്ത്രക്രിയകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടപ്പോൾ അത് പുറത്തു നിന്നുള്ള ഹെൽപ്പാണ് അവരെടുക്കുന്നത്. അത് കൂടാതെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ജൂനിയർ താരങ്ങൾ, അണ്ടർ 19 തൊട്ട് മുകളിലേക്കുള്ള താരങ്ങളെ എല്ലാവരെയും ട്രെയിൻ ചെയ്യുന്ന, അവർക്ക് വേണ്ട പ്രത്യേക ഫെസിലിറ്റികളെല്ലാം കൊടുത്ത് ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, ഇപ്പൊ പുതിയ 2-3 ഗ്രൗണ്ടുകൾ വന്നു, പ്രാക്ടീസ് ഫെസിലിറ്റികളൊക്കെ വന്നപ്പോൾ ഇന്ത്യ പലപ്പോഴും ഒരു പുതിയ ടൂറിലേക്ക് ടൂർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള പിച്ചുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ക്യാമ്പുകൾ ചെയ്യുന്നത്. അതിന്റെ ഒപ്പമാണ് ഈ റീഹാബ് സെന്റർ ഒക്കെ ചെയ്യുന്നത്. ഒപ്പം തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് എങ്ങനെ ഒരു മാച്ചിൽ പ്രഷർ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു സെന്റർ കൂടെയാണ്. അപ്പോൾ ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് COE എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്ലെയറിന് വലിയ ഒരു ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ, അതിനുള്ള ശാസ്ത്രക്രിയകൾ, ഇതൊക്കെ പുറത്ത് ചെയ്തതിന് ശേഷമാണ് അവിടേക്ക് വരുന്നത്. ബാക്കിയുള്ള റീഹാബിലിറ്റേഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ സെന്റർ ഓഫ് എക്സലൻസിൽ കൂടുതലായിട്ടും ചെയ്തു വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് താരങ്ങൾ പരിക്കിന്റെ പിടിയിലാവുമ്പോൾ COEക്കെതിരെ ഇത്രയും വലിയ വിമർശനം ഉയരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെയാണ് ഈ വർക്ക് ലോഡ് മാനേജ്മെന്റ്. ഒരു താരം എത്രത്തോളം ക്രിക്കറ്റ് കളിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇടണം, എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളും അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ അനലിസ്റ്റുകളും എല്ലാവരും ഉള്ളത് COEയിലാണ്. അതുകൊണ്ടാണ് താരങ്ങൾ ഇതുപോലെ പരിക്കിന്റെ പിടിയിലേക്ക് ആകുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിക്കുന്നത്. ഈവൻ COEയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല അവിടെ നിന്നിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് IPL മത്സരങ്ങൾ നടക്കുമ്പോൾ പല താരങ്ങളും പരിക്കിന്റെ പിടിയിലാണെങ്കിൽ പോലും IPL ഫ്രാഞ്ചൈസികൾ അവരെ ആ മത്സരങ്ങൾ കളിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും അവരെ പ്രഷറൈസ് ചെയ്യുന്നതുമായിട്ടാണ് അവിടെ നിന്നൊരു റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പരിക്ക് പറ്റുന്ന താരങ്ങൾ ഓവറായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്യുകയും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണ് COE എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ത്യ ഇന്ന് കാണുന്ന ഇത്രയും വലിയൊരു പൂളിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ക്രിക്കറ്റ് ടാലന്റിലേക്ക് നമുക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് സെന്റർ ഓഫ് എക്സലൻസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.